ഈ പുതുവർഷം ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന സന്ദേശം എന്ത്? തീർച്ചയായും നാം പഠിക്കേണ്ട, നാം തിരുത്തേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. കഴിഞ്ഞ വർഷം നടത്തിയ കുതിപ്പല്ല വെറും മിഥ്യയോ എന്ന് തോന്നിപ്പോകുന്നു ചിലർക്കെങ്കിലും. ഉയർന്ന നിലവാരമുള്ള ടീമുകൾക്കെതിരെ പന്ത് തട്ടുമ്പോൾ വ്യക്തമാണ് നമ്മുടെ നിലവാരം എന്തെന്നത്. ഏഷ്യൻ കപ്പിൽ ഇന്ത്യക്ക് പിഴയ്ക്കുന്നത് എവിടെയാണ്? എവിടെയാണ് മികച്ചതായുള്ളത് എന്ന ചോദ്യമാവും കൂടുതൽ ഉത്തമം. ഇന്ത്യക്ക് ഇനി പ്രീ ക്വാർട്ടറിലെത്താൻ എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ? രണ്ട് തുടർപരാജയങ്ങളുടെ ഞെട്ടലിലിരിക്കെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിന് ഇന്ത്യ തയ്യാറാവുകയാണ്. മറ്റന്നാൾ വൈകുന്നേരം, അതായത് ജനുവരി 23 വൈകുന്നേരം ഇന്ത്യൻ സമയം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ സിറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾക്കാണ് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശനം ലഭിക്കുക. ആ വഴി ഇന്ത്യക്ക് മുന്നിൽ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഒരേയൊരു മാർഗം മാത്രം. അടുത്ത മത്സരത്തിൽ ജയിച്ച് ഗ്രൂപ്പിൽ 3-ാം സ്ഥാനം ഉറപ്പിക്കുക. കഴിയുമെങ്കിൽ വലിയൊരു മാർജിനിൽ തന്നെ ജയിക്കാൻ ശ്രമിക്കുക. 6 ഗ്രൂപ്പുകളിലായിട്ടാണ് ഏഷ്യൻ കപ്പിലെ മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ 4 ഗ്രൂപ്പുകളിലെ മികച്ച 3-ാം സ്ഥാനക്കാർക്കും നോക്കൌട്ടിലെത്താൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ സിറിയക്കെതിരെ വിജയിക്കുകയും വേണം, പിന്നെ കുറച്ച് ഭാഗ്യം കൂടെ വേണം. സിറിയക്കെതിരെ വിജയിക്കുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ സമനിലയിൽ തളച്ച സിറിയ ഓസ്ട്രേലിയയോട് തോറ്റത് ഒറ്റ ഗോളിൻ്റെ മാർജിനിലാണ്. ഒരു പോയിന്റ് പോലും നേടാനാകാതെ നാണക്കേടുമായി ഖത്തറിൽ നിന്ന് ഇന്ത്യ മടങ്ങേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ഈ മത്സരം ടിവിയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് സ്പോർട്സ് 18 ചാനലിലാണ്. ജിയോ സിനിമ ആപ്ലിക്കേഷനിൽ ലൈവ് സ്ട്രീമിംഗും ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് കയറിയാൽ ഈ മത്സരം ലൈവായി കാണാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തോൽവികളിൽ പതറാതെ പരാജയങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് സിറിയക്കെതിരെ ഇന്ത്യൻ ടീം ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന പ്രത്യാശകൾ മാത്രം. ആരാധകരേവരും ആ നിർണായക മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.